സോറി, ഈ ചോദ്യത്തെ ഞങ്ങളും കുറെ നാളായി ഫേസ് ചെയ്യാ. വിഷമിക്കണ്ട വേണു, നമ്മൾ ഒരേ തൂവൽ പക്ഷികളാ. ഞങ്ങൾക്കും കുട്ടികളില്ല. നിങ്ങൾ ഇരിക്ക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട ഊർമിളെ, ഇനി ഈ രാത്രിയിൽ ഒന്നും വേണ്ട. എന്നാലും ആദ്യമായി വന്നിട്ട് നമ്മൾ ഒരു കുടുംബം പോലെയല്ലേ, ഇനി എപ്പോ വേണമെങ്കിലും ആവാമല്ലോ. എന്താ ആലീസേ? അതെ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക, അതായിരുന്നു ഉദ്ദേശം. ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. ഈ കോളനിയില് മൃഗങ്ങളല്ലാത്ത 2 ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടി. കൂടുതൽ ശല്യം ചെയ്യുന്നില്ല. യാത്രാക്ഷീണമൊക്കെ കാണും. നിങ്ങൾ വിശ്രമിച്ചോ, നമുക്ക് പോവാം ആലീസേ. പോവാ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോട്ടെ ഊർമിളെ, പോട്ടെ. കുറച്ച് വാചകം കൂടുതലാ. പക്ഷേ പാവങ്ങളാന്ന് തോന്നുന്നു. വേണുവിനെ ഇപ്പൊ വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്യല്ലേ? വീട്ടിലേക്ക് പോകുന്നില്ലേ? പോണം. പക്ഷേ ഊർമിള ഇവിടെ ഒറ്റയ്ക്ക്. സാരമില്ലെന്നേ, ഇനി ഇത് ശീലിച്ചല്ലേ പറ്റൂ. എന്നാലും ഇത് ഇത്തിരി കടുത്തുപോയി. എത്ര സമയം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക? നമുക്ക് പോയി കിടക്കാം. എപ്പോഴായാലും അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. കുറച്ച് സമയം കൂടി ക്ഷമിക്കു പത്മം. മോളെ, നീ ഒന്നുകൂടി അവനെ മൊബൈലിൽ വിളിക്ക. അതെ, ഒന്ന് വിളിക്കും മോളെ. നില ഒരു വണ്ടി വരുന്നുണ്ട്. എത്രയായി? 300. എന്താ വേണോട്ടെ വൈകിയത്? അത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ വരവ്. എന്താ വേണു? വരേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ബാക്കിയൊക്കെ നാളെ രാവിലെ സംസാരിക്കാം. മക്കളെവിടെ? 10 മണിവരെ കാത്തിരുന്നു. ഡാഡി സമ്മാനങ്ങളുമായി വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അത് നന്നായി. പെട്ടെന്നുള്ള വരവായത് കാരണം അവർക്കൊന്നും വാങ്ങിയില്ല. അത് ശരി. അപ്പോ നാളെ രാവിലെ പ്രതീക്ഷയോടെ വരുന്ന അവരോട് എന്ത് പറയും? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. തന്നെത്താനെ അങ്ങ് മാനേജ് ചെയ്താൽ മതി. കൂട്ടിന് എന്നെ വിളിക്കരുത്. അല്ല, ഇത്രയും സമയം എവിടെയായിരുന്നു പറഞ്ഞില്ലല്ലോ? പറയാം. എൻ്റെ ഒരു സുഹൃത്ത് സുബേറിനെ പറ്റി ഞാൻ പറയാറില്ലേ? അയാളുടെ ഫാദർ മരിച്ചു. എപ്പോ? ഇന്ന് രാവിലെ. ഞാനും സുബേറും കൂടി ഒന്നിച്ചാ വന്നത്. ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ സുബേറിനെ കാത്ത് ബന്ധുക്കളുണ്ടായിരുന്നു. അവരാ വിവരം പറഞ്ഞത്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ പോകാതിരിക്കുന്നത്? അതുകൊണ്ട് സുബേറിനൊപ്പം എറണാകുളത്ത് പോയി. പിന്നെ അടക്കം കഴിയാതെ എങ്ങനെ വരിക? ഗൾഫിലെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ അച്ഛനെയും അമ്മയും കാണാൻ നാട്ടിലേക്ക് വരുമ്പോ അവരുടെ മരണം കൂടേണ്ടി വരിക. കഷ്ടം.
ഞങ്ങൾ ഫ്ലൈറ്റിലിരിക്കുമ്പോഴും സുബൈർ ഫാദറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വയസ്സ് 10-70 ഒരസുഖവും ഇല്ലെന്ന്. മരിക്കുമ്പോഴും യാതൊരു അസുഖവും ഇല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു നെഞ്ചുവേന വന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആള് പോയി. ആട്ടെ, വേണുവേട്ടൻ പോയിട്ട് 3 മാസം തികച്ചായില്ലല്ലോ. പിന്നെന്താ പെട്ടെന്ന്? വന്നത് വിഷമായോ? വിഷമോ? എനിക്കോ? എന്താ ഈ പറയുന്നേ? സാധാരണ പോയാ 6 മാസം കഴിയാതെ മടങ്ങി വരാറില്ല. അതിന് വിപരീതമായി സംഭവിച്ചപ്പോ ചോദിച്ചു പോയതാ. അത് പെട്ടെന്ന് അമേരിക്കൻ ട്രിപ്പ് ഒത്തു വന്നു. ഞാനെങ്ങും പോയില്ല. പകരം ഇങ്ങ് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. നിന്നെ മക്കളെയൊക്കെ ഒന്ന് കാണാലോ. അപ്പൊ കുറച്ചു ദിവസത്തേക്കുണ്ടോ ലീവ്? ഏയ്, ഏറിയാൽ 2 ആഴ്ച. അത് കഴിഞ്ഞാൽ മടങ്ങണം. ആ, ഞാൻ മക്കളെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാരുടേതാ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വന്നപ്പോൾ 2-3 കുട്ടികളെ ഇന്റർവ്യൂ നടത്തിയില്ലേ, കമ്പനിയുടെ പേഴ്സണൽ മാനേജറായിട്ട്. അതില് സെലക്ട് ചെയ്ത കുട്ടിയാ. ആള് സുന്ദരിയാണല്ലോ. സുന്ദരികളെയല്ലേ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. സംശയമുണ്ടോ? ഞാൻ ജീവിതത്തിലേക്ക് സെലക്ട് ചെയ്തതും ഒരു സുന്ദരിയല്ലേ, ഈ സുന്ദരിയെ. സുഖിപ്പിക്കണോ? ആണെന്ന് തോന്നിയോ? എനിക്കൊട്ടും തോന്നിയില്ല. കാരണം ഞാൻ പറഞ്ഞ സത്യമാണ്. ദേ, ദേഹത്ത് തൊടുന്നൊക്കെ പിന്നെ മരണ വീട്ടിൽ പോയിട്ട് വന്നതാ. കുളിച്ചിട്ട് മതി. പറഞ്ഞ പോലെ ഞാനത് മറന്നു. അത് പെട്ടി വച്ചേക്ക്. ഹലോ പീറ്റർ, ഞാനാ. ആ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. നീ മൃദുലയോടും മറ്റും ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് നന്നായി. എങ്ങനെ ഊർമിള അവിടെ തനിച്ച്? 1-2 ആഴ്ച അതല്ലേ കഴിയൂ. അല്ലാതെ എന്ത് ചെയ്യാനാ? ഇവിടുന്ന് മാറിയേക്കാൻ കഴിയില്ലല്ലോ. മൃദുലയ്ക്കും വീട്ടുകാർക്കൊക്കെ സംശയമാവില്ലേ? അതെ,
അങ്ങനെ അധികം സംശയത്തിന് ഇടകൊടുക്കാതിരിക്കുന്നത് ബുദ്ധി. ആട്ടെ, നീ ചുമ്മാ വിളിച്ചാണോ? അല്ല, നിന്റെ പരിചയത്തില് നല്ല അഡ്വക്കേറ്റുമാരാരാ ഉള്ളത്? എന്തിനാ? അവരെ കൊണ്ടിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ നിയമങ്ങൾ നന്നായി അറിയാവുന്ന വക്കീലാണെങ്കിൽ നമ്മൾ ഏതു വഴിക്ക് കാര്യങ്ങൾ നടത്തണമെന്ന് ഒരു വ്യക്തത കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ എല്ലാം പരിഹരിച്ചേ കഴിയൂ. ഞാൻ ഊർമിളയ്ക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്ന. അതിൽ കൂടുതൽ ഊർമിള ക്ഷമിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാം. നീ ടെൻഷൻ ആരോട് അത്ര ഗൗരവത്തിൽ സംസാരിക്കുന്നത്? പീറ്ററിനെ വിളിച്ചതാ. ഏത് ഊർമിളയുടെ കാര്യമാണ് പീറ്ററിനോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു അപ്പോയിന്റ്മെന്റ് കാര്യം. ഒരു പാസ്പോർട്ട് താൻ കണ്ടില്ലേ? ആ കുട്ടിയുടെ കാര്യ. അതും പീറ്ററും തമ്മിൽ എന്താ ബന്ധം? അത് ആ കുട്ടി പീറ്ററിന്റെ ഒരു നോമിനിയാ. അതിന്റെ ജോലിക്കാരി എന്തായെന്ന് പീറ്റർ വിളിച്ച് അന്വേഷിച്ച. വേണുവേട്ടാ, എന്നാലും ഞാൻ ഈശ്വരന്മാരുടെ കാര്യം ഓർക്കായിരുന്നു. മനം നൊന്ത് വിളിച്ചാൽ ഈശ്വരന്മാര് വിളിയേക്കുന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. എന്ത് കാര്യം? വേണുവേട്ടന്റെ കാര്യം തന്നെ, അല്ലാതെന്താ. എന്താന്നറിയില്ല, ഒരാഴ്ചയായി എനിക്കെന്തോ വേണുവേട്ടനെ കാണണമെന്ന് ഒരേ വിചാരമായിരുന്നു. മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നപ്പോ ഞാൻ വഴിപാട് നേർന്നു. എന്റെ ഭഗവാനെ, വേണുവേട്ടനെ എത്രയും വേഗം എന്റെ കൺവെട്ടത്തുകൊണ്ട് തരണേന്ന്. ദാ, ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടു. ശരിക്കും പറഞ്ഞ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. വേണുവേട്ടൻ വന്നു പോയിട്ട് 3 മാസം പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് കാണണമെന്നൊക്കെ വിചാരിക്കുന്നത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. ആ, ഞാൻ അമ്മയോടും അച്ഛനോടും അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞവര് വെച്ചേക്കില്ല. പക്ഷേ വേണുവേട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. മെനഞ്ഞാന്നും കൂടി ഞാൻ വേണുവേട്ടനെ വിളിച്ചതല്ലേ, അപ്പൊ പോലും വരുന്ന വിവരത്തിന് ഒരു ക്ലൂ തന്നില്ലല്ലോ. എനിക്ക് മനസ്സിലായി വരുന്ന വിവരം പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്. പെട്ടെന്നൊരു ദിവസം വാതിൽക്കൽ എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നെ ഞെട്ടിപ്പിച്ചു കളയാൻ. അതല്ലേ മിണ്ടാതെ പറയാതെ വന്നത്. അതെ, ഞാനൊന്ന് കിടക്കട്ടെ. എന്തോ വല്ലാത്തൊരു തലവേദന.
അയ്യോ എന്താ വേണോട്ടെ പെട്ടെന്നിങ്ങനെ? സാരമില്ല, യാത്ര ചെയ്തതിന്റെ ക്ഷീണായിരിക്കും. ഞാൻ ബാമ്പുരട്ടി തരാം. ഏയ് വേണ്ട, ഒന്ന് ഉറങ്ങി ഉണർന്നാൽ മാറിക്കോളും. എന്നാ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. വേണോട്ടം കടന്നോളൂ. എണീക്ക. ആ, എന്റെ പൊന്നുമോളിങ് വന്നേ. ഉമ്മ. ഞങ്ങൾക്ക് കൊണ്ടുവന്നതിന് എടുക്ക് ഡാഡി. എന്താ മൃദുലേ? ഡാഡി ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഞങ്ങള് ഡാഡിയോട് പിണക്കോ. ഡാഡി ഞങ്ങളെ എന്തിനാ പറ്റിച്ചത്? പറ്റിച്ചോ? എവിടെ എന്റെ പാവ? കീബോർഡ് എവിടെ? സ്കൂളിൽ എല്ലാവരോടും പറഞ്ഞതാ ഡാഡി ഇപ്രാവശ്യം വരുമ്പോ എനിക്ക് കീബോർഡ് കൊണ്ടുവരുമെന്ന്. എനിക്ക് പാവയും. അതെ, ഡാഡി എല്ലാ പ്രാവശ്യവും എത്ര നാൾ കഴിഞ്ഞാ വരിക? 6 മാസമെങ്കിലും കഴിഞ്ഞല്ലേ? അതുകൊണ്ട് ഡാഡി വന്നില്ല എന്ന് സ്കൂളിലെ കൂട്ടുകാരോട് പറയുക. എന്താ പ്രശ്നം തീർന്നില്ലേ? അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഓക്കെ ഓക്കെ, തൽക്കാലം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഇവിടുന്ന് വാങ്ങിത്തരാം, പോരെ? പോരാ, ഞങ്ങൾക്ക് ഫോറിൻ സാധനം തന്നെ വേണം. എന്താടാ ഈ പറയുന്നത്? ഡാഡി ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരാറുണ്ട്. വെക്കേഷൻ നിങ്ങൾ അങ്ങോട്ടും വരാറുണ്ട്. പിന്നെ ഫോറിൻ സാധനത്തിന് എന്താ ഇത്ര പുതുമ? ഒന്നും പറയണ്ട, എനിക്ക് കീബോർഡ് വേണം. എനിക്ക് പാവയും. ഡാഡി ഇവിടുന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? തൽക്കാലം അത് മതി. എപ്പോ വാങ്ങിത്തരും? ആ, അങ്ങനെ വഴിക്ക് വാ, നാളെ തന്നെ വാങ്ങിത്തരാം. സത്യം? സത്യം. ആ, ഇനി രണ്ടാളും പോയി കളിച്ചേ. ചെല്ലേ. മമ്മിയുടെ അതേ വാശിയാ, പിടിച്ചാ പിടിച്ചിടം കൊണ്ടേ പോവൂ. ഇത്തരം ഡാഡിമാർക്കേ ഇത്തരം മക്കളുണ്ടായാലും ശരിയാവുള്ളൂ. ഹലോ അങ്കിൾ. ആ ഡാഡി വന്ന സന്തോഷത്തിലാണല്ലേ രണ്ടാളും? ഒരു സന്തോഷവും ഇല്ല. ചിലപ്പോ നാളെ സന്തോഷം ഉണ്ടാവും. അതെന്താടി കാന്താരി? അതെ, ഡാഡി ഒന്ന് കൊണ്ടുവന്നില്ല അങ്കിൾ. ഓ, പക്ഷെ നാളെ ഇവിടുന്നെല്ലാം വാങ്ങിത്തരാന്ന് പറഞ്ഞു. പിന്നെ സന്തോഷമില്ലെന്ന് പറഞ്ഞ എന്തിനാടാ? എവിടെ നിങ്ങളെ ഡാഡി? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ, എങ്കിൽ നിങ്ങൾ പോയി കളിച്ചോ. ആ, ഇതാര് രാമകൃഷ്ണോ? വാ വാ. എന്താളിയാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ആ കാര്യം തന്നെ ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ലീവ് തരപ്പെട്ടു, ഇങ്ങ് പോന്നു, അത്ര തന്നെ. ഒരു കണക്കിന് താൻ ഭാഗ്യവാനാണോ. 6 മാസവും 3 മാസവും ഒക്കെ കൂടുമ്പോ നാട്ടിൽ വരാലോ. ചില ഭാഗ്യദോഷികളുണ്ട്, പോയ 5 വർഷം കഴിഞ്ഞേ വരാൻ കഴിയും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ജീവിക്കണ്ടേ? കിട്ടുന്ന സമയത്ത് സമ്പാദിച്ചോണം, അല്ലെങ്കിൽ ഒടുവിൽ ഭാര്യയും മക്കളും പെരുവഴിയിലാവും.